ഹായ് ഗായ്സ്, എന്തൊക്കെ വിശേഷം? അപ്പം നമുക്കിന്നൊരു ബാച്ചിലർ ബീഫ് കറി ഉണ്ടാക്കിയാലോ? നോക്കാം വീഡിയോയിലേക്ക്. നമുക്കൊരു ബാച്ചിലർ ബീഫ് കറി ഉണ്ടാക്കിയാലോ? ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. 1 കിലോ ബീഫ് ഉണ്ട്. പിന്നെ നമ്മളടുത്ത് ഉള്ളത് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിനയില, കറിവേപ്പില, വലിയ ഉള്ളി, തക്കാളി. ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്കൊരു ക്വാണ്ടിറ്റി, എനിക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു മെഷർമെൻറ്റ് ഉണ്ടാവുമല്ലോ, എനിക്ക് ഇത്ര എടുത്താൽ മതി എന്നുള്ള ഒരു തോന്നൽ, അങ്ങനെ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ നമുക്ക് സ്പൈസസ് ആയിട്ട് ഞാൻ കുരുമുളക്, ഇച്ചിരി ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, പെരുംജീരകം, ഉപ്പ്, മല്ലിയില, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ പറയുക, ഈ കറുവപ്പട്ടിയും എന്താ പറയുക ഇതിന് ഏലക്കായും പിന്നെ ബേ ലീഫും. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ സംഭവം മൊത്തം മിക്സിയിൽ അടിക്കും. അതിൻ്റെ കൂടെ ഈ ഉള്ളിയും തക്കാളിയും ഒഴികെ ഈ ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കും. ഓക്കെ. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ബീഫിൻ്റെ അകത്ത് കുക്കറിൽ നമ്മൾ ബീഫ് ഇടും. ആ കുക്കറിൻ്റെ അകത്ത് നമ്മൾ ഈ പേസ്റ്റും പിന്നെ കൂട്ടത്തിൽ ഈ ഉള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ട് നമ്മൾ ഞെരടി അതിനെ പിന്നെ ഇതാക്കിയിട്ട് നമ്മൾ കുക്കറിലൊരു 7 to 8 വിസിൽ, ഞാൻ അത്രയും വിസിൽ വെക്കാറുണ്ട്. നോർമലി അത്രയും വേവ് ഉണ്ടാവാറുണ്ടല്ലോ. അത്രയും വിസിൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡി ആട്ടോ. നമ്മളിപ്പം ബീഫ് കുക്കറിലോട്ട് മാറ്റി കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താ പറയുക, തക്കാളിയും ഈ സംഭവങ്ങളോടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതൊക്കെ എല്ലാം മിക്സ് ചെയ്തു കേട്ടോ. എല്ലാം മിക്സ് ചെയ്തു. അതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. നമ്മൾ അരച്ചു വെച്ച അതും ബീഫും പിന്നെ ഞാൻ മാറ്റി വെച്ച ഉള്ളിയും തക്കാളിയും കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 7 to 8 വിസിൽ, ഞാൻ നോർമലി അത്രയാണ് വെക്കാറ്. ഡിപ്പെൻസ് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ. അപ്പം നമുക്ക് ഒരു 7 to 8 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടോ. ഞാൻ ഇച്ചിരി ചാറോട് കൂടിയാണ് വെക്കുന്നത്. ബിക്കോസ് എനിക്കൊരു 2 ഡേയ്സിലൊക്കെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇച്ചിരി ചാറോട് കൂടെ വെച്ചത്. ഇനി നിങ്ങൾക്കിത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഓരോ ഇതിനനുസരിച്ച് നമുക്ക് ഓരോ എന്താ പറയുക റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിനെ കൊണ്ട്. ഇനിയിപ്പം ഒരു പാൻ എടുത്തിട്ട് തേങ്ങ കൊത്തൊക്കെ വറുത്തിട്ടിട്ട് അതിൽ നമ്മൾ കുറച്ച് ഈ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്താൽ അതൊരു വേറെ ഒരു സ്റ്റൈലായി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഞാൻ ചെറിയൊരു പേസ്റ്റ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു പീസാണ് ഞാൻ എടുത്തത്. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.